പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണിൽ പപ്പാച്ചി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് പിടിയും കോഴിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയാണ്. അപ്പോൾ പിടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കിലോ അരിപ്പൊടി, നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമുള്ള മറ്റൊരു സാധനമാണ് തേങ്ങാപ്പൊടി. അതിനോടൊപ്പം തന്നെ ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ ജീരകം 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ മല്ലിപ്പൊടി 1 നുള്ള് മല്ലിപ്പൊടി മതിയാവും, 3 വെളുത്തുള്ളി, 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തണ്ട് വേപ്പില, പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, നമ്മൾ കറിജീരകമാണ് എടുക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. നമുക്ക് അതും ഇതിനകത്തേക്ക് ചേർക്കാം. ചതച്ച വെളുത്തുള്ളിയും നമ്മളിതിനകത്തേക്ക് മാറ്റുക. മുന്നേ പറഞ്ഞ പോലെ 1 നുള്ള് മല്ലിപ്പൊടി നമ്മളിതിനകത്തേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, നമ്മളിവിടെ എത്ര ടീസ്പൂൺ ഉപ്പ്? 1.5 ടീസ്പൂണോളം ഉപ്പാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില ഇതിനകത്തേക്ക് ചേർക്കുക. നമ്മൾ വേപ്പില ചേർത്തപ്പം 1 തണ്ട് വേപ്പില മാത്രമാണ് ഇപ്പോൾ ചേർത്തത്. ബാക്കിയുള്ള 1 തണ്ട് വേപ്പില നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 1 കിലോ അരിപ്പൊടിയുടെ പിടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് എത്രയുള്ള കപ്പിനകത്ത് 2 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക, കുഴയ്ക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാണ്, നമ്മൾ ചേരുവകൾ ചേർത്തിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ചേരുവകളുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആ ചൂടോട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. ഏകദേശം നമ്മൾ ആ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ ഉള്ള രീതിയിലാണ് കൺസിസ്റ്റൻസി വരേണ്ടത്. നമ്മൾ ഇതാറിയതിന് ശേഷം നമ്മൾ ചെറിയ ഉണ്ടകളായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുക. ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെറിയ ഉണ്ടകളാക്കി വയ്ക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു തണ്ട് വേപ്പിലയും നമ്മളതിനകത്തേക്ക് ചേർക്കുകയാണ്. എത്ര 1 നുള്ള് ഉപ്പ് കൂടി നമ്മളിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ കണ്ടു, ഇതിനകത്താണ് നമ്മളുടെ പിടി വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ചേരുവയിൽ ബാക്കി ഉണ്ടായിരുന്ന ആ വെള്ളം, അതോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് വലിയ കപ്പിൽ കണ്ടു 1 കപ്പ് വെള്ളം ചേർത്തു. അതോടൊപ്പം തന്നെ തേങ്ങാപ്പാൽ ചേർത്തു, വേപ്പിലയും ചേർത്തു, 1 പൊടി 1 നുള്ള് ഉപ്പും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പിടി വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളായിട്ടാണ് നമുക്കറിയാം നമ്മൾ പിടി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കും. അത് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഉണ്ട ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. എല്ലാവരും അത്
ശ്രദ്ധിച്ച് ചെയ്യുക. ഒരുമിച്ച് നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ചേർക്കരുത്, എല്ലാം ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാ സൈഡിലും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണ്ടകളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് മാറ്റി നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങണം. അതിനുശേഷം നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തേങ്ങാപ്പാൽ, അതായത് നമ്മൾ ആദ്യം ചേർത്തത് 1 ടേബിൾ സ്പൂണിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ചേരുവകളുള്ള വെള്ളത്തിനകത്തേക്ക് നമ്മൾ ചേർത്തതിന് ശേഷമാണ് ഈ ഉണ്ടകളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വെന്ത് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയിൽ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഇതിനകത്തേക്കൊന്ന് ഒഴിക്കും. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കട്ടകളൊന്ന് ഒന്ന് ചേർന്ന് പോകാതിരിക്കാനും അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വിടുക. അത് കട്ടകളൊന്ന് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കുമ്പോൾ നമ്മളിതിനകത്തേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, 2 ടേബിൾ സ്പൂണിൽ നമ്മൾ തേങ്ങാപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ ചെറുതായിട്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അതായത് കട്ട നമ്മൾ പൊട്ടിപ്പിടിക്കും. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും ഉടഞ്ഞു പോകരുത്. നമ്മൾ ചെറുതായിട്ട് നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, വേവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പപ്പാച്ചി നമ്മളൊന്ന് സിമ്മിലേക്ക് മാറ്റും. അപ്പം നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചൂടിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മളുടെ പിടി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് പിടി ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പിടിയും കോഴിയിലെ അടുത്ത വിഭവം നമ്മൾ ഉണ്ടാക്കേണ്ടത് കോഴിക്കറിയാണ്. അപ്പോൾ കോഴിക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു 2 കിലോളം കോഴി നമ്മൾ അരിഞ്ഞോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 സവാള ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക, 2 തണ്ട് വേപ്പില, 10 ഏലക്ക, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി, പിന്നെ തേങ്ങാപ്പൊടി. ഇപ്പോൾ നമുക്കറിയാം പിടിയും കോഴിക്കറി നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പൊടിയുടെ പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അരമുറി, അല്ല പപ്പാച്ചി, ഒരു അരമുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം പൊടി, കടുക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇതെല്ലാം ഏത് അനുപാതത്തിലാണ് നമ്മുടെ ചിക്കൻ കറിയിൽ ചേരുന്നതെന്നുള്ളത് നമുക്ക് ഇനി കാണാവുന്നതാണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി നമ്മളിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ കണ്ടു, 2 കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, 2 തണ്ട് വേപ്പിലയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂണോളം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ എളുപ്പം സവാള വാടിക്കുണ്ടാകാനായിട്ട് ഉപ്പ് സഹായിക്കും. സവാള വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമുക്ക് ചേർക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ കണ്ടു മല്ലിപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു കുഞ്ഞ് സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്തു. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കറിയാം മല്ലിപ്പൊടി അതിൻ്റെ പച്ച ടേസ്റ്റ് ആ കുത്തൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം.
നമ്മളിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഏലക്ക നമ്മുടെ ടൺ ഡ്രൈ ഗ്രൈൻഡറിൽ നമ്മൾ ചെറുതായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയിൽ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടു, നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഈ കോഴിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്കറിയാം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഇതിനകത്തും വെള്ളം ചേർക്കുന്നില്ല. പക്ഷേ നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിച്ചു. ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മൾ ചിക്കൻ വേകുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് 2-3 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മളുടെ കോഴിക്കറി ഇവിടെ റെഡിയാണ്. ഇപ്പം നമുക്കിത് ഒരു സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൽ തേങ്ങാപ്പൊടിയിൽ നമ്മൾ തേങ്ങാപ്പാൽ 1 കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ഒഴിച്ച് നമ്മളിതൊന്ന് തിളപ്പിച്ചാൽ ഇത് റെഡിയായി. ഇപ്പോൾ നമ്മൾ കണ്ടു പിടി കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ഇത് ഒരുവിധം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിവിടെ റെഡിയാണ്. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു പിടിയും കോഴിയും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ഇപ്പോൾ ക്രിസ്മസാണ് വരുന്നത്. തീർച്ചയായിട്ടും ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് പിടിയും നാടൻ കോഴിക്കറിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വട്ടം അടുത്ത സ്പെഷ്യലുമായി പപ്പാച്ചീസ് കിച്ചണിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.